ഹലോ ട്രേഡേഴ്സ്, ട്രേഡിങ്ങിനെ പറ്റി എ ടു സെഡ് കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിച്ച് മനസ്സിലാക്കുന്ന ഈ ഒരു സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു സെഷനിൽ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ഇൻഡിക്കേറ്റേഴ്സിനെ പറ്റിയിട്ടാണ്. അപ്പോൾ ലാസ്റ്റ് ഒരു കഴിഞ്ഞ ഓളിയത്തിൻ്റെ സെഷനിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എന്താണ് ഇൻഡിക്കേറ്റർ എന്ന് ചെറിയ രീതിയിലൊന്ന് മനസ്സിലാക്കി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ ഈ ഒരു സെഷൻ മുതലാണ് നമ്മൾ ഇൻഡിക്കേറ്റേഴ്സിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇനി വരുന്ന സെഷനിലും ഓരോ ഇൻഡിക്കേറ്റേഴ്സിനെയും പറ്റി നമ്മൾ പഠിക്കുന്നുണ്ട്. എങ്ങനെ നമുക്ക് എൻട്രി എടുക്കാം, എവിടെയൊക്കെ നമുക്ക് സ്റ്റോപ്പ് ലോസ് വയ്ക്കാം എന്നുള്ള കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ്ലി തന്നെ നമ്മൾ കവറപ്പ് ചെയ്ത് പോകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഈ ഒരു സെഷനിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന ഇൻഡിക്കേറ്ററിൻ്റെ പേരാണ് RSI അഥവാ റിലേറ്റീവ് സ്ട്രെങ്ത് ഇൻഡെക്സ്. കൃത്യമായിട്ട് ഇത് നോട്ട് ചെയ്ത് തന്നെ പോവുക. റിലേറ്റീവ് സ്ട്രെങ്ത് ഇൻഡെക്സ് അഥവാ RSI. അപ്പോൾ ഈ ഒരു ഇൻഡിക്കേറ്റർ നമുക്ക് പ്ലോട്ട് ചെയ്യാൻ കഴിയുന്നത് നമ്മുടെ ട്രേഡിംഗ് വ്യൂ എന്ന പ്ലാറ്റ്ഫോമിൽ തന്നെ നമുക്ക് പ്ലോട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഇതിൽ തന്നെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും മേളിൽ ഇൻഡിക്കേറ്റേഴ്സ് എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ജസ്റ്റ് എന്ത് ചെയ്യുക, ഇൻഡിക്കേറ്റേഴ്സ് എന്ന ആ ഒരു ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ഇത്തരത്തിലൊരു ഇൻ്റർഫേസ് ആയിരിക്കും ഓപ്പണായി വരുന്നത്. ഇവിടെ നമുക്ക് സെർച്ചിൻ്റെ ഒരു ബാർ ഇവിടെ കാണാനായിട്ട് സാധിക്കും. അവിടെ ജസ്റ്റ് എന്ത് ചെയ്യുക, RSI എന്നൊന്ന് സെർച്ച് ചെയ്യുക, അഥവാ റിലേറ്റീവ് സ്ട്രെങ്ത് ഇൻഡെക്സ്. അപ്പോൾ നമ്മൾ ഈ ഒരു RSI എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്ത് നമ്മുടെ ഈ ഒരു ഇൻഡിക്കേറ്റർ സെലക്ട് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. എക്സാക്റ്റ് ആ ഒരു റിലേറ്റീവ് സ്ട്രെങ്ത് ഇൻഡെക്സ് എന്ന നെയിമുള്ള ആ ഒരു ഇൻഡിക്കേറ്റർ തന്നെ സെലക്ട് ചെയ്യാനായിട്ട് നോക്കുക. താഴേക്ക് സ്ക്രോൾ ഡൗൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് RSI എന്ന പേരിലുള്ള ഒരുപാട് ടൈപ്പ് ഓഫ് ഇൻഡിക്കേറ്റേഴ്സ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അതൊന്നും സെലക്ട് ചെയ്യാനായിട്ട് പാടില്ല. റിലേറ്റീവ് സ്ട്രെങ്ത് ഇൻഡെക്സ് എക്സാക്റ്റ് ആ ഒരു നെയിം തന്നെ എന്ത് ചെയ്യുക, സെലക്ട് ചെയ്യുക. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ തന്നെ നമ്മുടെ ഇൻഡിക്കേറ്റർ നമ്മുടെ ചാർട്ടിന് താഴെയായിട്ട് പ്ലോട്ട് ചെയ്തത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഇനി എന്ത് ചെയ്യാം, ഈ ഒരു വിൻഡോ ജസ്റ്റ് എന്ത് ചെയ്യുക, ക്ലോസ് ചെയ്യുക. ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് നമ്മുടെ RSI റിലേറ്റീവ് സ്ട്രെങ്ത് ഇൻഡെക്സ് ഇവിടെ പ്ലോട്ടായി വന്നിട്ടുണ്ട്. അതായത് നമ്മുടെ ഈ ഒരു സ്ക്രീനിൻ്റെ അകത്തല്ല ഇത് പ്ലോട്ട് ആകുന്നത്, അഥവാ നമ്മുടെ ക്യാൻഡിൽ സ്റ്റിക്കിൻ്റെ പുറത്തു കൂടിയല്ല ഈ ഒരു ഇൻഡിക്കേറ്റർ പ്ലോട്ട് ആകുന്നത്. എപ്പോഴും സെപ്പറേറ്റ് ഒരു വിൻഡോ താഴെ ഓപ്പൺ ആയിട്ട് അവിടെയാണ് നമ്മുടെ ഈ ഒരു RSI എന്ന് പറയുന്ന ഈ ഒരു ഇൻഡിക്കേറ്റർ പ്ലോട്ട് ആകുന്നത്. അപ്പോൾ ഈ ഒരു RSI എന്ന് പറയുന്നത് ഒരു ഓസിലേറ്റർ ആണ്, അഥവാ 0 മുതൽ 100 വരെ ഓസിലേറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു ഇൻഡിക്കേറ്ററാണ് ഈ പറയുന്ന RSI. 0 മുതൽ 100 വരെയാണ് ഇത് ഓസിലേറ്റ് ചെയ്ത് നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ രണ്ട് ലൈനാണ് നമുക്ക് താഴെ കാണാനായിട്ട് സാധിക്കുന്നത്. ഏതൊക്കെയാണ്? ഒരു യെല്ലോ കളർ ലൈൻ നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ തൊട്ട് മേളിൽ നമുക്കൊരു വയലറ്റ് കളർ ലൈന് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ റൈറ്റ് സൈഡിൽ നോക്കുവാണെങ്കിൽ യെല്ലോ കളർ ലൈന് 64.65ലാണ് നിൽക്കുന്നത്. RSI വയലറ്റ് കളർ ലൈൻ നമുക്ക് കാണുന്നത് 65.49ലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് RSI എന്ന ലൈനാണ്. മറ്റേത് മൂവിങ് ആവറേജ് ആണ്. യെല്ലോ കളറിൽ നിങ്ങൾ കാണുന്നത് മൂവിങ് ആവറേജ് ആണ്. അപ്പോൾ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് RSIക്കാണ്. അപ്പോൾ RSI ചെക്ക് ചെയ്തുകൊണ്ടായിരിക്കും നമ്മൾ ട്രേഡിൽ എൻട്രി എടുക്കുന്നതും എക്സിറ്റ് ആകുകയൊക്കെ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു പോർഷനിൽ നോക്കുവാണെങ്കിൽ നമുക്ക് റൈറ്റ് സൈഡിൽ തന്നെ കാണാം, നമുക്ക് ആ ഒരു 0 മുതൽ 100 വരെയാണ് ഇത് ഓസിലേറ്റ് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് കാണാം 0 മുതൽ 100 വരെ. അപ്പോൾ ഇതിൽ രണ്ട് പ്രധാനപ്പെട്ട ലെവൽസാണ് കൂടുതലും നമ്മൾ ട്രാക്ക് ചെയ്യാറുള്ളത്. അതായത് 0 മുതൽ 100 വരെ ഓസിലേറ്റ് ചെയ്യുന്നു. പക്ഷേ ഇതിനകത്ത് തന്നെ എന്തുണ്ട്, 30യും അതുപോലെ തന്നെ 70 എന്ന രണ്ട് ലെവൽസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതാണ് ഇവിടെ ഈ ഒരു ഡോട്ടഡ് ലൈനായിട്ട് നമുക്കിത് ഈ ഒരു പോർഷനിൽ കാണാനായിട്ട് സാധിക്കുന്നത്. ഇത് ഈ കാണുന്ന മേളിൽ കാണുന്ന ഡോട്ടഡ് ലൈനാണ് 70 70ആണ് ഈ കാണുന്ന ഡോട്ടഡ് ലൈൻ. അതേസമയം താഴെ കാണുന്ന ഈ ഒരു ഡോട്ടഡ് ലൈൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് 30ആണ്, അഥവാ 30ആണ്. അപ്പോൾ ഈ രണ്ട് പ്രധാനപ്പെട്ട ലെവൽസാണ് നമ്മുടെ RSIയിൽ പ്രധാനമായിട്ട് നമ്മൾ ട്രാക്ക് ചെയ്യാനായിട്ട് പോകുന്നത്. അല്ലെങ്കിൽ ഇതിൻ്റെ ബേസിസിലാണ് നമ്മൾ ട്രേഡ് എടുക്കുകയും എക്സിറ്റ് ആകുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ RSI യൂസ് ചെയ്തുകൊണ്ട് എങ്ങനെ നമുക്ക് പ്രോപ്പറായിട്ട് ഒരു എൻട്രി എടുക്കാം, എങ്ങനെ എക്സിറ്റ് ആകാം എന്നുള്ള കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഒന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഈ ഒരു RSI എന്ന് പറയുന്നത് ഒരു ലീഡിങ് ഇൻഡിക്കേറ്ററായിട്ട് നമുക്ക് കണക്കാക്കാനായിട്ട് സാധിക്കും. എന്താണ് ഈ ഒരു ലീഡിങ് ഇൻഡിക്കേറ്റർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതായത് മാർക്കറ്റ് റിവേഴ്സ് ആകുന്നതിന് മുന്നേ റിവേഴ്സ് ആകാൻ സാധ്യതയുണ്ടെന്ന് നമുക്ക് ഇൻഡിക്കേഷൻ തരുന്ന ഒരു ഇൻഡിക്കേറ്റർ കൂടിയാണ് RSI എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഡൗൺ ട്രെൻഡിലേക്ക് മൂവ്മെൻറ്റ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ഡൗൺ സൈഡ് ഇനി വീണ്ടും താഴേക്ക് പോകാനായിട്ട് സാധ്യതയില്ല, ഏറ്റവും ലോവസ്റ്റ് പോയിന്റിലേക്ക് എത്തി തിരിച്ച് അപ്സൈഡിലേക്ക് മൂവ്മെൻറ്റ് നടത്താനായിട്ടുള്ള സാധ്യതയുണ്ടെന്ന് നേരത്തെ തന്നെ നമുക്ക് ഇൻഡിക്കേഷൻ തരും. അതുകൊണ്ടാണ് RSI നമ്മൾ വിളിക്കുന്നത് ലീഡിങ് ഇൻഡിക്കേറ്റർ എന്ന്. ഓക്കെ, അപ്പോൾ എങ്ങനെ ഈ ഒരു RSI യൂസ് ചെയ്തുകൊണ്ട് പ്രോപ്പറായിട്ട് നമുക്ക് ട്രേഡ് എടുക്കാൻ സാധിക്കും എന്ന് നോക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞു 0 മുതൽ 100 വരെയാണ് ഓസിലേറ്റ് ചെയ്യുന്നത്. അതിനകത്ത് തന്നെ 30ഉം 70ഉം രണ്ട് പ്രധാനപ്പെട്ട ലെവൽസാണ് RSI എന്ന് പറയുന്ന ഈ ഒരു ഇൻഡിക്കേറ്ററിൽ വരുന്നത്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ഞാനിപ്പോൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ ഗോൾഡ് XIUSD അല്ലെങ്കിൽ നമ്മുടെ BTC USD എന്ന് ഞാൻ എടുക്കുവാണ്. നമ്മൾ പഠിച്ചു വന്നത് ബിറ്റ്കോയിനെ പറ്റിയിട്ടായിരുന്നു. സോ BTC USD സെലക്ട് ചെയ്യുന്നു. 30 മിനിറ്റ് ടൈം ഫ്രെയിം ഞാനിവിടെ പ്ലോട്ട് ചെയ്യുവാണ്. 30 മിനിറ്റ് ടൈം ഫ്രെയിം. ഓക്കെ, 30 മിനിറ്റ് ടൈം ഫ്രെയിം ഞാൻ പ്ലോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഞാൻ എൻ്റെ ക്യാൻഡിൽ സ്റ്റിക്ക് ഒന്ന് വലുതാക്കി വയ്ക്കുവാണ്.
യെസ്. അപ്പോൾ നമുക്കിതിൽ എങ്ങനെ എപ്പോൾ ഒരു ട്രേഡ് എടുക്കാൻ സാധിക്കും എന്ന് നോക്കാം. വളരെ സിമ്പിളായിട്ട് ആദ്യം എങ്ങനെ നമുക്ക് ഏത് പോയിന്റിൽ നമുക്ക് ബൈ എൻട്രി എടുക്കാനായിട്ട് സാധിക്കുമെന്ന് നോക്കാം. വളരെ സിമ്പിളാണ്. എപ്പോഴൊക്കെ RSI 30 താഴെ വരുന്നു, ഇപ്പോൾ കറൻ്റ്ലി നമ്മുടെ ഈ ഒരു BTC USDക്കുള്ള RSI നോക്കുകയാണെന്നുണ്ടെങ്കിൽ 69.30 അതായത് നമ്മുടെ 70 ടച്ച് ചെയ്ത് നിൽക്കുവാണ് നമ്മുടെ RSI ലെവൽ. ഇവിടെ തന്നെ നമുക്ക് റൈറ്റ് സൈഡിൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ആദ്യം ബൈ എൻട്രിയെ പറ്റി നമ്മൾ കൃത്യമായിട്ടൊന്ന് പഠിച്ച് മനസ്സിലാക്കാം. അപ്പോൾ ഇവിടെ RSI എപ്പോഴൊക്കെ 30ക്ക് ബിലോ വരുന്നോ, 30 താഴെ RSI വരുന്നോ, നമുക്ക് അവിടെ നിന്ന് എന്ത് ചെയ്യാൻ കഴിയും, ബൈ എൻട്രി എടുക്കാനായിട്ട് സാധിക്കും. ഈ ഒരു പോയിന്റിൽ വന്ന് 30ൽ ടച്ച് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് കാണാം. കണ്ടോ, ഈ ഒരു പോർഷനിൽ നമ്മുടെ 30ൽ വന്ന് ടച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യായിരുന്നു, ഈ ഒരു പോർഷനിൽ ബൈ എൻട്രി എടുക്കാനായിട്ട് സാധിക്കുമായിരുന്നു. ഈ ഒരു പോർഷനിൽ നമുക്ക് എന്ത് ചെയ്യാം, ബൈ എൻട്രി പ്ലേസ് ചെയ്യാം. ഈ ഒരു ലെവലിൽ നമുക്ക് ബൈ എൻട്രി പ്ലേസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. RSI 30 താഴേക്ക് എപ്പോഴൊക്കെ വരുന്നോ ആ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, ബൈ എൻട്രി പ്ലേസ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു ലോങ് പൊസിഷൻ എടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ പ്രത്യേകം നിങ്ങൾക്ക് കുറച്ചും കൂടെ ഒരു ഡബിൾ കൺഫോർമേഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾ എടുക്കുന്ന ട്രേഡിൽ ഒരു ഡബിൾ കൺഫോർമേഷൻ കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ പഠിച്ച കാൻഡിൽ സ്റ്റിക്ക് ചാർട്ട് നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്ന് വിശ്വസിക്കുന്നു. എൻഗുൾഫിംഗ് പാറ്റേൺ, അതുപോലെ തന്നെ മറുബോസു, അല്ലെങ്കിൽ ഹാമർ, ഹാങ്മാൻ, ഒരുപാട് ടൈപ്പ് ഓഫ് നമ്മൾ കാൻഡിൽ സ്റ്റിക്ക് പാറ്റേൺസിനെ പറ്റി പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഇവിടെ അവസാന ഫോം ആയിരിക്കുന്ന ഈ ഒരു കാൻഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബുള്ളിഷ് സ്പിന്നിങ് ടോപ്പാണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി പഠിച്ചു, ബുള്ളിഷ് സ്പിന്നിങ് ടോപ്പ് ഫോം ആയി കഴിഞ്ഞാൽ നെക്സ്റ്റ് എന്ത് സംഭവിക്കാനായിട്ടായിരുന്നു സാധ്യത, വില അപ്സൈഡിലേക്ക് മൂവ്മെൻറ്റ് നടത്താനായിട്ടാണ് സാധ്യത, അല്ലേ? എക്സാക്ട്ലി സെയിം ആണ്. അതായത് RSI 30 താഴെയും വന്നിട്ടുണ്ട്, അതിനോടൊപ്പം തന്നെ നമുക്കിവിടെ ഒരു റിവേഴ്സൽ കാൻഡിൽ സ്റ്റിക്ക് പാറ്റേണും കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു ഡബിൾ കൺഫോർമേഷൻ ആണ്. സോ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, ഇവിടെ ബൈ എൻട്രി എടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ കാണുന്ന ഏറ്റവും ലോവസ്റ്റ് പോയിന്റിൽ നിങ്ങളുടെ SL നിങ്ങൾക്ക് കീപ്പ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഈ RSI യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എങ്ങനെയാണ് ബൈ എൻട്രി എടുക്കാൻ സാധിക്കുന്നത് എന്നായിരുന്നു നമ്മളിപ്പോൾ മനസ്സിലാക്കിയത്. വളരെ സിമ്പിളായിട്ട് പറയുവാണെങ്കിൽ 30 താഴെ പൊക്കഴിഞ്ഞാൽ അതിനർത്ഥം ഇനി വീണ്ടും വില താഴേക്ക് ഇടിയാനായിട്ടുള്ള സാധ്യത കുറവാണ്. കാരണം എല്ലാവരും വിറ്റഴിച്ച് ഏറ്റവും ലോവസ്റ്റ് പോയിന്റിലേക്ക് എത്തിയിട്ടുണ്ടെന്നാണ് 30 താഴെ RSI വന്നു കഴിഞ്ഞാൽ അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഏത് നിമിഷം വേണോ എന്ത് ചെയ്യാം, തിരിച്ച് മുകളിലേക്ക് പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ RSI നമുക്ക് സിഗ്നൽ തന്നു, 30 താഴെ വന്നിട്ടുണ്ട് RSIയുടെ പ്രോപ്പർ ബൈ സിഗ്നൽ നമുക്ക് കിട്ടി. അതിനോടൊപ്പം നമുക്ക് എന്ത് കമ്പൈൻ ചെയ്യാൻ കഴിയും, നമ്മുടെ കാൻഡിൽ സ്റ്റിക്ക് ചാർട്ട് പാറ്റേണും കൂടെ, അല്ലെങ്കിൽ കാൻഡിൽ സ്റ്റിക്ക് പാറ്റേണും കൂടെ കമ്പൈൻ ചെയ്തുകൊണ്ട് തന്നെ ഒരു ഡബിൾ കൺഫോർമേഷൻ എടുത്തുകൊണ്ട് തന്നെ ട്രേഡ്സ് എടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഇപ്പോൾ നമ്മൾ ഡബിൾ കൺഫോർമേഷനാണ്, കണ്ടോ, RSI 30 താഴെ വന്നു, അതിനോടൊപ്പം തന്നെ നമുക്കിവിടെ ഒരു നമ്മുടെ ബുള്ളിഷ് സ്പിന്നിങ് ടോപ്പ് എന്ന് പറയുന്ന കാൻഡിലും ഫോം ആയിട്ടുണ്ട്. നമുക്കിവിടെ ലോങ് പൊസിഷൻ എടുക്കാം, ബൈ എൻട്രി എടുക്കാം. തൊട്ടടുത്തുള്ള ലോ പോയിന്റിൽ നമ്മൾ നമ്മുടെ സ്റ്റോപ്പ് ലോസും പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇനി കുറച്ച് പിറകിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പോർഷനിൽ നമുക്കിതേ 70 മേളിലേക്ക് വന്നിട്ടുണ്ട്. ഇതാണ് ഈ ഡോട്ടഡ് ലൈൻ കാണുന്നതിന് മേളിലാണ് 70 എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ കാണുന്നതാണ് 70, ഈ ഡോട്ടഡ് ലൈൻ. അതിന് എബോവ് RSI ഈ ഒരു പോർഷനിൽ കയറിയിട്ടുള്ളത് നമുക്കിത് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ അതിനർത്ഥം എന്താണ്, ഇതിനെ ഓവർ ബോട്ട് എന്നാണ് വിളിക്കുന്നത് കേട്ടോ. നമ്മുടെ ഈ ഒരു 30 താഴെ വന്നു കഴിഞ്ഞാൽ അത് ഓവർ സോൾഡ് പൊസിഷൻ എന്നാണ് വിളിക്കുന്നത്. ഓവർ സോൾഡ് അഥവാ വിറ്റ് ഏറ്റവും ലോവസ്റ്റ് പോയിന്റിലേക്ക് എത്തിക്കഴിഞ്ഞു എന്നാണ് ഓവർ സോൾഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് ഓവർ ബോട്ട്, അതായത് മേടിച്ച് ഏറ്റവും ടോപ്പ് പ്രൈസിലേക്ക് എത്തിയിട്ടുണ്ട്, ഏത് നിമിഷം വേണോ തിരിച്ച് താഴേക്ക് വീഴാൻ സാധ്യതയുണ്ടെന്നാണ് 70 മുകളിൽ RSI വന്നു കഴിഞ്ഞാൽ അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. സോ ഇവിടെ RSI 70 മുകളിലാണ് ഉള്ളത്. അപ്പോൾ ഇവിടെ ഒരു ട്രെൻഡ് റിവേഴ്സൽ കാൻഡിൽ സ്റ്റിക്ക് പാറ്റേണും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ ഡബിൾ കൺഫോർമേഷനാണ്. അപ്പോൾ RSI നമുക്കിവിടെ എന്ത് ചെയ്തു, സിഗ്നൽ തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ പഠിച്ച ഒരു ഈവനിങ് സ്റ്റാർ പാറ്റേൺ ഫോം ആയിട്ടുള്ളത് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. നമ്മുടെ 3 കാൻഡിൽ പാറ്റേൺ ആണത്, ഈവനിങ് സ്റ്റാർ. നേരെ എന്ത് സംഭവിച്ചു, വില താഴേക്ക് ഇടിയുന്നത് കാണാം. ഓക്കെ, അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വില താഴേക്ക് ഇടിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പോയിന്റിൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, ഇവിടെ സെൽ എൻട്രി എടുക്കാം. ഈ ഒരു കാൻഡിൽ ഫോമായി, സോ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, ഇവിടെ സെൽ എൻട്രി എടുക്കാനായിട്ട് സാധിക്കും. നമ്മുടെ സ്റ്റോപ്പ് ലോസ് അഥവാ SL നമുക്ക് എവിടെ പ്ലേസ് ചെയ്യാം, സ്വിംഗ് ഹൈ പോയിന്റ് ആയിട്ടുള്ള ഈ ഒരു ലെവലിൽ പ്ലേസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ഇൻഡിക്കേറ്റർ യൂസ് ചെയ്തുകൊണ്ട് ബ്ലൈൻഡ്ലി 30 താഴെ വന്നു കഴിഞ്ഞാൽ ബൈ ചെയ്യുന്നു, അല്ലെങ്കിൽ 70 മേളിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് സെല് ചെയ്യുന്നു. ആ രീതിയിലല്ല, ഡബിൾ കൺഫോർമേഷനാണ് എടുക്കുന്നത്. അതായത് നമ്മുടെ ഈ ഒരു ഇൻഡിക്കേറ്ററും അതിനോടൊപ്പം തന്നെ നമുക്ക് എന്ത് യൂസ് ചെയ്യാനായിട്ട് കഴിയും, നമ്മുടെ കാൻഡിൽ സ്റ്റിക്ക് പാറ്റേൺ യൂസ് ചെയ്തുകൊണ്ട് വളരെ സിമ്പിളായിട്ട് തന്നെ ഒരു ബിഗിനർ ട്രേഡർക്ക് പോലും ഈസി ആയിട്ടൊരു ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്ന രീതിയിലാണ് ഈ ഒരു സ്ട്രാറ്റജി വരുന്നത്, അല്ലെങ്കിൽ ഈ ഒരു മെത്തേഡ് വരുന്നത്. ഇനി കുറച്ച് പിറകിലേക്ക് പോയി ചെക്ക് ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ രീതിയിലും നമുക്ക് വർക്കൗട്ട് ചെയ്യാവുന്നതാണ്. ഈ ഒരു പോർഷനിലും നമുക്കിതേ കാണാം,
70-ന് മുകളിൽ പോയിട്ടുണ്ടല്ലേ, 70-ന് മുകളിൽ ദേ ഇവിടെ RSI പോയിട്ടുണ്ട്. ഈ ഡോട്ടഡ് ലൈനാണ് 70, അതിന് മുകളിലേക്ക് ദേ RSI വന്നിട്ടുണ്ട്. അപ്പോൾ RSIയിൽ ഒരു സെൽ സിഗ്നൽ നമുക്ക് ഓൾറെഡി കിട്ടി. തൊട്ടടുത്തത് ഇവിടെ കാണാം, ഒരു ഇൻസൈഡ് ക്യാൻഡിലാണ് ഈ ഫോം ആയിട്ടുള്ളത്, അഥവാ നമ്മുടെ ബെയറിഷ് ഹറാമി അല്ലെ. ബെയറിഷ് ഹറാമി ഫോം ആയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കാനായിട്ടാണ് സാധ്യത? നമ്മൾ പഠിച്ചു, താഴേക്ക് വീഴാനായിട്ടാണ് സാധ്യത. സെയിം ആണ്, അത്യാവശ്യം നല്ല രീതിയിലുള്ള സെല്ലിങ് ഈ ഒരു പോർഷനിൽ നടന്നിട്ടുള്ളത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ വളരെ സിമ്പിളായിട്ട് തന്നെ ഏതൊരു ബിഗിനർ ട്രേഡർക്ക് പോലും ഈസി ആയിട്ട് വന്ന് ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യാൻ കഴിയുന്ന രീതിയിലാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു RSI നമുക്ക് വരുന്നത്. അപ്പോൾ ഈ ഒരു RSIക്ക് അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ 1 മിനിറ്റോ അല്ലെങ്കിൽ 3 മിനിറ്റോ 5 മിനിറ്റിലോ പോയി ട്രേഡ് ചെയ്യുന്നതിലുപരി നിങ്ങൾ ബിഗിനർ ട്രേഡേഴ്സ് ആണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് 30 മിനിറ്റോ അല്ലെങ്കിൽ ഒരു 1 അവറൊക്കെ യൂസ് ചെയ്ത് ഹയർ ടൈം ഫ്രെയിമിൽ ട്രേഡ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് 30 മിനിറ്റ് ടൈം ഫ്രെയിമാണ്. മിനിമം ഈ ഒരു ടൈം ഫ്രെയിം ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നിങ്ങൾക്ക് പെർഫോം ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു സെഷനിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ നല്ല രീതിയിൽ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. ഈ ഒരു സ്ട്രാറ്റജി അല്ലെങ്കിൽ ഈ ഒരു RSI റിലേറ്റീവ് സ്ട്രെങ്ത് ഇൻഡെക്സ് എന്ന ഇൻഡിക്കേറ്റർ യൂസ് ചെയ്തുകൊണ്ട് ഡബിൾ കൺഫർമേഷൻ എടുത്ത് എങ്ങനെ ഒരു ട്രേഡ് എടുക്കാം എന്ന് കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോൾ ഈ ഒരു സെഷനുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഷെയർ ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവരും ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ആകുക. എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ആ ഒരു ഗ്രൂപ്പിൽ തന്നെ ചോദിച്ച് ക്ലിയർ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ കൃത്യമായിട്ട് ഈ പഠിക്കുന്ന കാര്യങ്ങൾ പ്രാക്ടിക്കലി വർക്കൗട്ട് ചെയ്യുക, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം തിയററ്റിക്കലി മാത്രം പഠിച്ചുകൊണ്ട് ഒരിക്കലും നമുക്ക് ട്രേഡിങ്ങിൽ പ്രോഫിറ്റബിൾ ആകാനായിട്ട് സാധിക്കത്തില്ല. കൃത്യമായിട്ട് തിയററ്റിക്കലി പഠിക്കുന്ന കാര്യങ്ങൾ പ്രാക്ടിക്കലി വർക്കൗട്ട് ചെയ്യുന്നതിലൂടെയാണ് നിങ്ങളൊരു പ്രോഫിറ്റബിൾ ട്രേഡർ ആകുന്നത്. അപ്പോൾ എല്ലാവരും മാക്സിമം പ്രാക്ടിക്കലി വർക്കൗട്ട് ചെയ്യുക. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ചോദിച്ച് കഴിഞ്ഞാൽ ക്ലിയർ ചെയ്ത് തരാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു സെഷൻ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുവാണ്. താങ്ക് യു.